യാക്കോബായ സഭ അധ്യക്ഷന്റെ വാഴിക്കൽ ചടങ്ങ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി അന്ത്യോഖ്യ പാത്രിയർക്കിസ് ബാവയ്ക്ക് ഓർത്തഡോക്സ് സഭയുടെ കത്ത്. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയാണ് കത്തയച്ചത്. മലങ്കര സഭയിലുണ്ടായ വിഭജനത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് പുതിയ നീക്കമെന്നും ഓർത്തഡോക്സ് സഭ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ സഭാധ്യക്ഷൻ പറയുന്നത്? അതായത് യാക്കോബായ സഭ അധ്യക്ഷന്റെ വാഴിക്കൽ ചടങ്ങിനെതിരായിട്ട് ഓർത്തഡോക്സ് സഭ നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതേ നിലപാട് അവർ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഈ സമാന്തര ഭരണം അത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ വിഷയത്തിലുള്ളത്. ആ ചടങ്ങിൽ നിന്ന് പാത്രിയാർക്കീസ് ബാവ പിന്മാറണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഓർത്തഡോക്സ് സഭ അധ്യക്ഷനായിട്ടുള്ള ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഒരു കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്മാർക്കും ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ കത്ത് ചെന്നിട്ടുണ്ട്. ഇതിപ്പോൾ മലങ്കര സഭയിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഭജനത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് പുതിയ നീക്കമെന്നും അതോടൊപ്പം തന്നെ സമാന്തര ഭരണം സൃഷ്ടിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നുമാണ് ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടുന്നത്. ക്രൈസ്തവ ഏകീകരണത്തിന് വേണ്ടി ലോകം മുഴുവൻ ഒന്നിക്കുന്ന ഈ ഒരു വേളയിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് അത് കൂടുതൽ വിഭജനത്തിന് മാത്രമേ. ശരി ഗോകുൽ, വലിയ തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇത്. അതായത് യാക്കോബായ സഭ അധ്യക്ഷന്റെ വാഴിക്കൽ ചടങ്ങ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി അന്ത്യോഖ്യ പാത്രിയർക്കിസ് ബാവയ്ക്ക് ഓർത്തഡോക്സ് സഭയുടെ കത്ത് വന്നിരിക്കുകയാണ്. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയാണ് ഇത്തരത്തിൽ ഒരു കത്ത് അയച്ചിരിക്കുന്നത്.